വണ്ടാനത്ത് നിന്ന് ബി ദിലീപ്കുമാർ കൂടി നമുക്കൊപ്പം ചേരും. വണ്ടാനത്തും ഇനിയുള്ള കാഴ്ചകളെല്ലാം തന്നെ പ്രിയപ്പെട്ട നേതാവ് VS അച്യുതാനന്ദൻ കുട്ടിക്കാലം മുതലേ തന്നെ കളിച്ചു വളരുകയും നാട്ടിടവഴികളിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സംഘടിപ്പിക്കാൻ ഓടി നടക്കുകയും ചെയ്ത മണ്ണായതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ പരിചിതനും അടുപ്പക്കാരനുമാണ് VS അച്യുതാനന്ദൻ. തങ്ങളുടെ VS എന്ന് പറയുമ്പോൾ തൻ്റെ വീട്ടിലുള്ള ആരോ ആണ് എന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുന്ന ജനങ്ങളുണ്ട്. തൻ്റെ വീട്ടിലുള്ള ആരോ മരിച്ചുപോയി എന്നൊരു പ്രതീതി ഞങ്ങൾക്കുണ്ടാകുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും VSനെ പരിചയമില്ലാത്ത പുതിയ തലമുറ ആളുകൾ പോലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ കുറിക്കുകയാണ്. ഈ ആകാശ ദൃശ്യങ്ങൾ കണ്ടാലറിയാം, ഈ ആളുകളെ ചിതറിയിട്ടതുപോലെ, പതിനായിരക്കണക്കിന് ജനങ്ങളെ വണ്ടിക്ക് ചുറ്റും ചിതറിയിട്ടതുപോലെ ആകാശ ദൃശ്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുന്നു. VS എന്ന് പറയുന്ന നേതാവ് അനശ്വരനാണ്, അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൂടി പറയുന്നു. വാക്കും പ്രവൃത്തിയും കൂട്ടിയോജിപ്പിച്ചൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെയായിരിക്കണമെന്ന മാതൃക കൂടിയാണ് VS അച്യുതാനന്ദൻ. താൻ പഠിച്ച കമ്മ്യൂണിസ്റ്റ് പാഠങ്ങൾ മുഴുവനും തൻ്റെ ജീവിതത്തിൽ നടപ്പാക്കാൻ പരമാവധി ശ്രമിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലൂടെ സംഘർഷത്തിൻ്റെ വിരുദ്ധ ശക്തികളുടെ സംഘർഷത്തിലൂടെയാണ് ലോകം വളരുന്നത് എന്ന് പഠിപ്പിച്ച മാർക്സിസത്തിലൂടെ വളർന്ന VS അച്യുതാനന്ദൻ തൻ്റെ ജീവിതത്തിൽ മുഖമുദ്രയാക്കിയത് മുഴുവൻ ലാളിത്യമായിരുന്നു. വണ്ടാനത്തേക്കാണ് ഇനി അടുത്ത യാത്ര. വണ്ടാനത്ത് നിന്ന് ബി ദിലീപ്കുമാർ കൂടി ചേരുന്നു. ദിലീപ്, ഒരുപക്ഷെ കേരളം കണ്ട വിലാപയാത്രകളിൽ VS അച്യുതാനന്ദനോട് ആത്മബന്ധം സ്ഥാപിച്ച പതിനായിരങ്ങൾ അവരുടെ ശബ്ദ പ്രതികരണങ്ങൾ വരുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകുന്നു, അവരുടെ ഹൃദയത്തിലാണ് ഈ വെളിച്ചമായി VS നിലകൊണ്ടത്. ഈ അമ്പലപ്പുഴ, ആലപ്പുഴ, വണ്ടാനം, ഹരിപ്പാട്, കുട്ടനാട് പ്രദേശങ്ങളിൽ VSനെ സംബന്ധിച്ച് VSന് കൈവെള്ള പോലെ തന്നെയാണ്, കൈവെള്ളയിലെ രേഖകൾ പോലെ തന്നെയാണ് ഈ പ്രദേശങ്ങളൊക്കെ. അത്ര ഹൃദയ അടുപ്പമുള്ള, ഇഴയടുപ്പമുള്ള ബന്ധമാണ് VS അച്യുതാനന്ദനും ഈ പ്രദേശങ്ങളും തമ്മിലുള്ളത്. ഇവിടെ ആദ്യം ഒരു കയർ തൊഴിലാളിയായി ആണ് VS അച്യുതാനന്ദൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് പോലും തുടക്കം കുറിക്കുന്നത്. ആസ്പിൻവാൾ കമ്പനിയിലാണ് അതിന് തുടക്കം കുറിച്ചത്. പിന്നീട് P കൃഷ്ണപിള്ളയാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനായി VS അച്യുതാനന്ദനെ നിയോഗിക്കുന്നത്. അതിനിടെയാണ് പുന്നപ്ര വയലാർ സമരം. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ തീരുമാനങ്ങൾക്കെതിരായി, ഏകാധിപത്യത്തിനെതിരായി ഒരു ജനത നടത്തിയ വലിയ ചെറുത്തുനിൽപ്പായിരുന്നു ഈ പുന്നപ്ര വയലാർ സമരം. ആ പുന്നപ്ര വയലാർ സമരത്തിൽ ഒരു ക്യാമ്പിന് നേതൃത്വം കൊടുത്തിരുന്നത് VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹത്തിന്റെ വീടായ വേലിക്കകത്തായിരുന്നു അന്നൊരു സായുധ ക്യാമ്പിന് അതിന്റെ പരിശീലനം നൽകിയിരുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ അവർ ഈ അലകിന്റെ, അതായത് ഈ അടയ്ക്കാവൃക്ഷത്തിന്റെ അതിന്റെ തടി ചീകി അത് ആയുധമാക്കിക്കൊണ്ട് തോക്കിനു നേരെ ചീറിപ്പാഞ്ഞെത്തിയ അത്തരം ഒരു പ്രതിരോധത്തിന്റെ ആ പ്രദേശമാണ്, അതടങ്ങിയ പ്രദേശമാണ് ഈ മേഖല. പുന്നപ്ര വയലാർ സമരം കേരള ചരിത്രം മറക്കില്ല. അന്ന് അതിന് നേതൃത്വം നൽകിയവരിൽ നിരവധി നേതാക്കളുണ്ട്. PK ചന്ദ്രാനന്ദൻ മുതൽ സ്റ്റാലിൻ കുമാരപ്പണിക്കർ മുതൽ നിരവധി നേതാക്കളുണ്ട്. സൈമൺ ആശാനുണ്ട്, പത്രോസ് ഉണ്ട്, അങ്ങനെ നിരവധി നേതാക്കളുണ്ട്. അതിൽ VS അച്യുതാനന്ദനും സുപ്രധാനമായ പങ്കാണ് വഹിച്ചിരുന്നത്. VS അച്യുതാനന്ദൻ പിന്നീട് അദ്ദേഹത്തെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് നീക്കം നടത്തി. സായുധ ക്യാമ്പ് തുലാം 7-നാണ് അന്നിവിടെ പുന്നപ്ര പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായി ഈ സന്നദ്ധ ഭടന്മാർ മുന്നോട്ട് വന്നത്. അതിന് ആ നിലയിൽ നേതൃത്വം നൽകുമ്പോൾ തുലാം 7 ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ ജന്മദിനം കൂടിയായിരുന്നു. ആ ജന്മദിനമാണ് അന്ന് തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുത്ത ദിവസം തുലാം 7. അതുകൊണ്ട് VS അച്യുതാനന്ദൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു, പുന്നപ്ര പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ പോകുമ്പോൾ താൻ തുലാം 7 മറക്കില്ല എന്നത്. അന്ന് അതിന് നേതൃത്വം നൽകിയ VS അച്യുതാനന്ദനെ അവിടുത്തെ സാധാരണക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് ഒളിവിലേക്ക് പോകാൻ നിർദ്ദേശിച്ചത്. അങ്ങനെ ഒളിവിൽ കഴിയുമ്പോഴാണ് പൂഞ്ഞാറിൽ നിന്ന് VS അച്യുതാനന്ദൻ പിടിയിലാകുന്നത്. അദ്ദേഹത്തെ പിന്നീട് ക്രൂരമായി അദ്ദേഹത്തിന്റെ കാലിൽ ബയണറ്റ് കൊണ്ട് പോലീസ് മർദ്ദിച്ചതൊക്കെ കേരളത്തിലെ ചരിത്രമാണ്. ഈ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽപ്പെട്ടതാണ്. പുന്നപ്ര വയലാർ സമരത്തിന് ശേഷമാണ് പിന്നീട് VS അച്യുതാനന്ദൻ ഇവിടേക്ക് എത്തുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലേക്കൊക്കെ എത്തുന്നു. 1957 കേരള മന്ത്രിസഭ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ജനാധിപത്യ രീതിയിലൂടെ അധികാരമേറ്റെടുത്തപ്പോൾ 57 CPIയുടെ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു VS അച്യുതാനന്ദൻ.